നവകേരള സദസ്സിനായി ഉപയോഗിച്ച വാഹനങ്ങളുടെ കാര്യത്തിലും ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രത്യേകം സമാഹരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ കണക്കുകളും ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. വിവരങ്ങളുമായി കെ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എത്ര വലിയ ധൂർത്തായിരുന്നു നവകേരള സദസ്സ്? പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ള പരാതികൾക്കൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല. അപ്പോൾ ഈ ധൂർത്തിന്റെ കാര്യം കൂടെ പുറത്തു വരാതിരിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിരോധം സൃഷ്ടിക്കുന്ന സാഹചര്യം എങ്ങനെ മനസ്സിലാക്കണം? തീർച്ചയായും ലക്ഷ്മി, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം ഒരു കണക്കുകളും സർക്കാർ ഒരു ഘട്ടത്തിലും പുറത്തുവിടാറില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കുഴൽനാടൻ പറഞ്ഞ വിഷയം. നമ്മൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ഈ വിഷയം, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എത്ര വാഹനങ്ങൾ ഉപയോഗിച്ചു, എത്ര വാഹനങ്ങൾ അകമ്പടി പോയി, അതിന് ചെലവായ തുക എത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയമസഭയിൽ രേഖാമൂലം ചോദിച്ചിട്ടും സർക്കാർ അത്തരം കണക്കുകൾ സമാഹരിച്ചിട്ടില്ല എന്ന ഒറ്റ വരിയിലുള്ള മറുപടി മാത്രമാണ് നൽകിയത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിന് ഈ കണക്ക് പുറത്തുവിട്ടാൽ വലിയ നാണക്കേടുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, 1.5 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക ബസ്സിലാണ് മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും കേരളമൊട്ടാകെ, അതായത് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചത്. അന്ന് വിമർശനം ഉയർത്തിയവരോട് മന്ത്രിസഭ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്, എല്ലാവരുടെയും വാഹനം ഓടേണ്ട കാര്യമില്ലല്ലോ, എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങൾ ഓടേണ്ട, എല്ലാവരും ഒറ്റ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവ് കുറയുമെന്നായിരുന്നു. പക്ഷേ അതിനെല്ലാം തികച്ചും വിപരീതമായ കാര്യങ്ങളാണ് നടന്നത്. ഈ 1.5 കോടിയുടെ ആധുനിക ബസ് കൂടാതെ എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങൾ ഈ ബസ്സിന് പിന്നാലെ അകമ്പടി പോയി എന്നുള്ളതാണ്. എല്ലാ സുരക്ഷാ ജീവനക്കാർ, അതേപോലെ തന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഒക്കെ അടങ്ങി ഏകദേശം 100ഓളം വാഹനങ്ങളാണ് ഈ ആധുനിക ബസ്സിനൊപ്പം, നവകേരള സദസ്സിന്റെ ബസ്സിനൊപ്പം സഞ്ചരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ കണക്ക് ചോദിക്കുമ്പോഴാണ് വാഹനങ്ങളുടെ കണക്കും അതിന് ചെലവായ തുകയും സമാഹരിച്ചിട്ടില്ല എന്നുള്ള ഒറ്റവരി മറുപടി സർക്കാർ നൽകുന്നത്. വലിയ ധൂർത്താണ് ഇക്കാര്യത്തിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 28 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടുള്ള കേരളീയ മാമാങ്കത്തിന് ശേഷമാണ് ഇത്രയും വലിയ നവകേരള സദസ്സ് നടത്തിയത്. ഇതിന് നവകേരള സദസ്സിന് ഒന്നാകെ എത്ര രൂപ ചെലവായി എന്നുള്ള കണക്കും പുറത്തു വന്നിട്ടില്ല. എത്ര വാഹനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരു കണക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി സാധാരണ ഒരു പരിപാടിയിൽ പോയാൽ അദ്ദേഹത്തിന് അകമ്പടി പോകുന്നത് ഏകദേശം 17-18ഓളം വാഹനങ്ങളാണ് പോകുന്നത്. ആംബുലൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ വാഹനം ഉണ്ടാകും, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വണ്ടികളുണ്ടാകും, ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ചേർത്ത് ഏകദേശം 18-19ഓളം വണ്ടികളാണ് മുഖ്യമന്ത്രിക്കൊപ്പം അകമ്പടി പോകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഞ്ചരിച്ച നവകേരള സദസ്സിന് അകമ്പടി പോയ വണ്ടികളുടെ എണ്ണം കേട്ടാൽ കേരളം ഞെട്ടും. അതിന്റെ കണക്കറിഞ്ഞാൽ കേരളീയർ മൂക്കത്ത് വിരൽ വെക്കും. വിനോദ്, അതാണ് കാരണം. ദൃശ്യങ്ങളിൽ നിന്ന് നമ്മളത് കണ്ടുകൊണ്ടിരുന്നതാണ്. കാരണം ഒറ്റ ബസ്സാണ് പോകുന്നത്, അമിത ചെലവ് ഒഴിവാക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നിരനിരയായി കോൺവോയ് ആയിരുന്നു. അതും പേടിയാകും ആ വാഹനങ്ങൾ പാഞ്ഞു വരുന്നത് കണ്ടാൽ. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വാഹനയാത്രക്കാരനെ ഇടിച്ചിട്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ ഈ കണക്ക് വിവരങ്ങൾ ലഭ്യമല്ല എന്ന് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അത്തരം കണക്കുകൾ സർക്കാരിന് പുറത്തുവിടാനാവില്ല. കാരണം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. കേന്ദ്രം മതിയായ പണം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാടൊട്ടാകെ പ്രസംഗിച്ചും കൊട്ടിക്കൊഴിച്ചും ഒരു സർക്കാർ നടക്കുന്നു. ഇവിടെ കേന്ദ്രം അവഗണിക്കുകയാണ്, ഞങ്ങൾക്ക് പണം തരുന്നില്ല എന്നൊക്കെ ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വലിയ സമരപരിപാടികൾ ഒരുക്കുന്നു. അപ്പോഴാണ് നവകേരള സദസ്സിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വമ്പൻ ധൂർത്ത് നടന്നിരിക്കുന്നത്. ഇത്രയും വാഹനങ്ങൾ എന്തിനാണ് ഓടിയത്? 140 നിയമസഭാ മണ്ഡലങ്ങളിലും നേരത്തെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി പരിപാടി നടത്തിയപ്പോൾ ഇവർ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചതാണ്. വില്ലേജ് ഓഫീസർ ചെയ്യുന്ന പണിയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നുള്ളത്. ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പോയിട്ട് കേരളം എന്ത് നേടി, ഏത് പരാതി പരിഹരിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായി മുഖ്യമന്ത്രി ഇതിനകത്ത് പ്രതിരോധം തീർക്കുന്നത് ഇതിന്റെ കൃത്യമായ കണക്കുകൾ നൽകിയാൽ അത് സർക്കാരിന് വലിയ നാണക്കേടാകും എന്ന് മനസ്സിലാക്കി തന്നെയാണ്. ഇത് കൃത്യമായി ഇതിന്റെ കണക്കുകൾ സമാഹരിച്ച് നൽകേണ്ട ഒരു നിയമ സംവിധാനം, അല്ലെങ്കിൽ അതിന്റെ ശരിയായ വഴി എന്ന് പറയുന്നത് നിയമസഭയാണ്. നിയമസഭയിൽ രേഖാമൂലം നമുക്കറിയാം വളരെ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. രേഖാമൂലം നേരത്തെ എഴുതി കൊടുത്ത് അതിന് നൽകുന്ന മറുപടിയാണ്. അതിന് നൽകിയ ആധികാരികമായ മറുപടിയാണ് കണക്കുകൾ സമാഹരിച്ചിട്ടില്ല എന്നുള്ളത്. ഈ നിയമസഭ ഇപ്പോൾ 15-ാം തീയതി പിരിയുകയാണെങ്കിൽ പിന്നീട് ഇതിന്റെ ഉത്തരം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വിവരാവകാശം വെച്ച് ആരെങ്കിലും ചോദിച്ചാലും മുഖ്യമന്ത്രി പറഞ്ഞ ഇതേ മറുപടി ആയിരിക്കും സ്വാഭാവികമായി ലഭിക്കുക. വിവരങ്ങൾ സമാഹരിച്ചിട്ടില്ല, ഇത് പിന്നെ എന്നാണ് സമാഹരിക്കുക, ഈ കണക്കുകൾ എങ്ങനെ നമുക്ക് ലഭിക്കും,
ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി ഇത്തരം കണക്കുകൾ പുറത്തു വരേണ്ടത് തന്നെയാണ്. CAG അല്ലെങ്കിൽ CAG റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഇത്തരം കണക്കുകൾ പുറത്തു വരിക. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ്. കണക്കുകളൊന്നും പുറത്തു വന്നില്ല എങ്കിൽ കൂടി നമുക്കെല്ലാം സ്വാഭാവികമായും കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഈ നവകേരള സദസ്സിന് ഈ വണ്ടി സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ പിന്നാലെ അകമ്പടി പോയ സുരക്ഷാ വാഹനങ്ങളടക്കമുള്ള 100ഓളം വാഹനങ്ങൾ ഓടിയതിന് എത്ര രൂപയാവും ചെലവ് അഴിച്ചിരിക്കുക, എത്ര രൂപയായിരിക്കും ഇതിൻ്റെ ഇന്ധന ചെലവ് വന്നിരിക്കുക, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാധാരണ ജനങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ തന്നെ അത് കോടികളുടെ അടുത്ത് വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കണക്കുകൾ മുന്നോട്ട് വെക്കാൻ സർക്കാർ ഭയപ്പെടുന്നു. സർക്കാരിന് നാണക്കേടാണ്. കണക്കുകൾ സമാഹരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ മുമ്പിൽ ഇവർ ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ. ലക്ഷ്മി, നവകേരള സദസ്സിനായി ഉപയോഗിച്ച വാഹനങ്ങളുടെ കാര്യത്തിലും സർക്കാരിന് ഒളിച്ചുകളി തുടരുകയാണ്. വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രത്യേകം സമാഹരിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടുവന്നൊപ്പം തന്നെ പ്രതികരിച്ച ശ്രീ എൻ നന്ദകുമാറിനും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ഹാപ്പനിംഗ് തുടരും. നമസ്തേ.